ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ക്ലബ് സാൻഡ്വിച്ചാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണിത്. മുട്ടയും ചിക്കനും വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ 4 സ്ലൈസ് വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പത്തിൻ്റെ ബ്രെഡും ആകാം. അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി റൗണ്ടായിട്ടായിരുന്നു, കക്കിരി റൗണ്ടായിട്ടായിരുന്നത്, ലെറ്റ്യൂസ്, കുറച്ച് മയോണൈസ്, ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തതാണ്. അത് വേവിച്ചതിന് ശേഷം കൈകൊണ്ടൊന്ന് പിച്ചെടുത്തതാണ്, അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമില്ല. ഒരു മുട്ട ഓംലേറ്റ് ആക്കിയിട്ടുണ്ട്. അത് കുരുമുളകും ഉപ്പും പച്ചമുളകും ചേർത്ത് കുറച്ച് നൈസായിട്ട് ഓംലേറ്റ് ആക്കി എടുത്തതാണ്. ഇനി ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മയോണൈസ് തേച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തോ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മതിയാകും. ബ്രെഡിൻ്റെ വലുപ്പം അനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് രണ്ടാമത്തെ സ്ലൈസ് ബ്രെഡും വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് മയോണൈസ് തേച്ച് കൊടുക്കാം. അതിനുശേഷം മുട്ട ഓംലേറ്റ് ആക്കിയതിന് അത് 4ആയി കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് മടക്കിയിട്ട് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ ഇവിടെ 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 4 സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് മൂന്നാമത്തെ ബ്രെഡ് സ്ലൈസും വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. അത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കത്തി കൊണ്ട് മയോണൈസും സോസെല്ലാം സ്പ്രെഡ് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു തക്കാളി റൗണ്ടായിട്ട് അരിഞ്ഞത്, ഒരു 2 കക്കിരി, 2 or 3 കക്കിരി, ഒരു ചെറിയ പീസ് ലെറ്റ്യൂസ്, നിങ്ങളുടെ ഇഷ്ടാനുസരണം വെജിറ്റബിൾസ് ചേർക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചീസ് വെച്ച് കൊടുക്കാം. ഞാൻ സ്ലൈസ് ചീസാണ് എടുത്തിരിക്കുന്നത്, ഒരു ചെറിയ പീസാണ് ഇരിക്കുന്നത്. ഇനി ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായതിനു ശേഷം ഇതിലേക്ക് സാൻഡ്വിച്ച് ഇട്ട് കൊടുക്കുക. സാൻഡ്വിച്ച് 2 സൈഡും ഒന്ന് ബ്രൗൺ നിറമാകുന്നവരെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. സൂക്ഷിച്ച് തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫില്ലിംഗ് എല്ലാം പുറത്തു പോകും. ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ പെട്ടെന്ന് സെറ്റാകും. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇതിൻ്റെ 2 അറ്റത്തും ഒരു ടൂത്ത് പിക്ക് കുത്തി കൊടുക്കാം. ടൂത്ത് പിക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഒലിവിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ പീസാണ്, അതിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്ത ഒലിവിൻ്റെ പീസാണ് ഉള്ളത്. അതിനുശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക, സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് സാൻഡ്വിച്ചിൻ്റെ ഒരു ഭംഗി. തക്കാളി കട്ടായിട്ടില്ല, അതുകൊണ്ടാണ്. കണ്ടില്ലേ, നമ്മുടെ ക്ലബ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.